പാസേജ് ചെയ്യുവാൻ വേണ്ടി ഷിബെ മുന്നോട്ടായി വിളിക്കുന്നു. വേഗത്തിൽ ഒന്ന് വന്നാട്ടെ. ഇന്ന് സമയം ഒത്തിരി നമുക്ക് ആമേൻ പ്രയാസത്തിലായിരിക്കുക. വാസിக்கலாம். മത്തായി എഴുതിയ സുവിശേഷ പുസ്തകം 28-ാം അധ്യായം 18-ാം വചനം. നമുക്ക് എല്ലാവർക്കും എടുത്ത് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുന്നതിന് മുന്നേ 16-ാം വാക്യം തൊട്ട് വായിച്ചേ. 16 മുതൽ 18 വരെ. മത്തായി 28-ാം അധ്യായം 16-ാം വാക്യം 16 to 18. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഒരു ബോണസ് ആയിട്ട് 2 വാക്യം ചേർത്ത് വായിച്ചിരിക്കുന്ന സൗമ്യ സിസ്റ്റർ കർത്താവ് സഹായിക്കട്ടെ. തമിഴ് വാസിക്കலாமா? 16, 17, 18. 11 சீஷர்களும் கலிலேயாவிலே இயேசு தங்களுக்கு குறித்திருந்த மலைக்கு போனார்கள். அங்கே அவர்கள் அவரை கண்டு பணிந்து கொண்டார்கள். சிலரோ சந்தோஷப்பட்டார்கள். சிலரோ சந்தேகப்பட்டார்கள். அப்பொழுது இயேசு சமீபத்தில் வந்து அவர்களை நோக்கி, வானத்திலும் பூமியிலும் சகல அதிகாரமும் எனக்கு கொடுக்கப்பட்டிருக்கிறது. പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവേ, വചനങ്ങൾക്ക് വേണ്ടി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ കർത്താവ് വചനത്തിലേക്ക് കർത്താവെ പുറപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവെ അടിനെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണം. കേൾക്കുന്ന ഒരു ബുദ്ധിയിലല്ല, ആത്മാവിൽ സ്വീകരിക്കട്ടെ, ഹൃദയങ്ങളിൽ അവർ സ്വീകരിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ, ആമേൻ. ആമേൻ. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ആമേൻ അവിടെ ആമേൻ அங்கே 11 சீஷர்களை தேவன் கலிலேயாவுக்கு தேவன் அழைத்து ஆமேன் அவர்களுக்கு குறித்திருந்த மலைக்கு தேவன் கொண்டு போனார். ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 11 ശിഷ്യന്മാരെ ഗലീലയിലേക്ക് കൂട്ടിക്കൊണ്ട് അവിടെ ഒരു മലയെ ദൈവം കൽപ്പിച്ചിരുന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ஆமென். ஹல்லேலூயா. அப்பொழுது பாருங்கள், ஆமென், அங்கே 12 சீஷருடைய கணக்கு நம்ம வாசிக்கவில்லை. அங்கே 11 சீஷருடைய கணக்கு மட்டும் தான் இருக்கிறது. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 12 ശിഷ്യന്മാരെ പറ്റി പറയുന്നില്ല, 11 ശിഷ്യന്മാരെ പറ്റിയാണ് പറയുന്നത്. அப்ப ஒரு சீஷன் என்ன ஆனான் என்று உங்களுக்கு எல்லாருக்கும் தெரியும். அது யூதாஸ் காரியோத். அவனை குறித்து நான் சொல்வதற்கு விருப்பப்படவில்லை. ഈ ഒരു ശിഷ്യൻ എന്ത് പറ്റി നമുക്ക് എല്ലാവർക്കും യൂദയ്ക്ക് എന്ത് പറ്റി നമുക്കറിയാം. അതിനെ പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. அப்ப 12 சீஷரை ஆண்டவர் தெரிந்து கொள்ளும் பொழுது சீஷர் என்று சொன்னால் 12ல் 1 சாத்தானா இருக்கிறது என்று சொன்னார். യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ ഒരു ശിഷ്യൻ സാത്താനാണെന്ന് യേശു ആദ്യമേ പറയുവാനിടയായിരുന്നു. ஆனால் இயேசு உங்களை என்னையும் சீஷராக தெரிந்து கொள்ளும் பொழுது நமக்குள்ளாக இயேசு சொல்லவில்லை நாமில் ஒருவன் சாத்தானாக இருக்கிறான் என்று வரைக்கும் சொல்லவில்லை. എന്നാൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ യേശു പറഞ്ഞിട്ടില്ല നമ്മളിൽ ഒരുത്തൻ സാത്താനാണെന്ന്. ஆமென். எத்தனை பேர் சந்தோஷத்தோட கரங்களை உயர்த்த முடியும்? நான் கர்த்தருடைய சீஷனா இருக்கிறேன். എത്ര പേർക്ക് സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി പറയുവാൻ കഴിഞ്ഞാൽ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്നു. ஆமென். நான் சத்தியமுள்ள சீஷனா இருக்கிறேன். எத்தனை பேர் சொல்ல முடியும்? എത്ര പേർക്ക് പറയാം ഞാൻ സത്യമുള്ള ഒരു ശിഷ്യനായിരിക്കുന്നു? ஆமென். சத்தியமுள்ள சீஷர்களை தான் கர்த்தர் தேடிக்கொண்டிருக்கிறார். സത്യമായിരിക്കുന്ന ശിഷ്യന്മാരെയാണ് യേശു തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ பாருங்கள், இந்த 11 சீஷர்களை மட்டும் ஆண்டவர் ஏன் தெரிந்து கொள்ள வேண்டும்? ഈ 11 ശിഷ്യന്മാരെ മാത്രം യേശുക്രിസ്തു എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ஆமென். பாருங்கள், അപ്പോൾ அது முன்பான வசனத்தை வாசிக்கும் பொழுது இயேசு கிறிஸ்து உயிர்த்தெழுந்தார். இயேசு கிறிஸ்து உயிர்த்தெழுந்த அவருடைய சரீரத்தை சீஷர்கள் களவாய் கொண்டு போனார்கள் என்கிற பொய்க்கதைகளை அங்கே எல்லாரும் சொல்லிக் கொண்டிருந்தார்கள். ഇതിനു മുൻപുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തുവിന്റെ ശരീരം ആ ശിഷ്യന്മാരെ കട്ടുകൊണ്ട് പോയെന്ന് അവിടെ ഒരു പ്രചാരണം നടക്കുവാനിടയായിരുന്നു. ஆமென். அப்படி நடந்து கொண்டிருக்கும் பொழுது பேசுகிறவர்கள் பேசட்டும், ஆனால் தேவனால் தெரிந்து கொள்ளப்பட்ட சீஷர்களை மட்டும் தேவன் முன்குறித்து வைத்தார். അപ്പോൾ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള ജനങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നവരൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് എന്തോ അത് സംസാരിച്ചോടെ. എന്നാൽ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ മാത്രം യേശുക്രിസ്തു കൂട്ടിക്കൊണ്ടു പോകുവാനിടയായിരുന്നു. அப்பொழுது பேசுகிறவர்கள் கீழே பேசிக் கொண்டிருக்கிறார்கள். தெரிந்து கொள்ளப்பட்ட கர்த்தர் மேலே உயர்த்தி கொண்டிருந்தார். സംസാരിക്കുന്നവരൊക്കെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശുക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനിടയാക്കി. അപ്പോൾ
சீஷர்களை தான் முன்குறித்திருந்த மலையில் தேவன் அவர்களை முன்குறித்தார். യേശു ക്രിസ്തു തെരഞ്ഞെടുത്തവരെ ആ താഴ്വരയിൽ വിടാനല്ല യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന ആ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ തയ്യാറാണ്. கரங்களை ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയുവാൻ കഴിയും? ஆமென். அப்ப இங்க பாருங்க, இந்த வசனம் தெளிவாய் வாசிக்கும் பொழுது ஆமென், கர்த்தருக்குள்ளாக தெரிந்து கொள்ளப்பட்டிருக்கிற 11 சீஷர்களையும் கர்த்தர் முன்குறித்திருந்த ஆமென், கர்த்தர் தெரிந்து கொண்டிருந்த குறித்திருந்த ஒரு ஸ்பெசிபிக் ஒரு மவுண்டன் லேக், ஒரு மலைக்குள்ளாக தேவன் சீஷர்களை கொண்டு சென்றார். യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ യേശു ക്രിസ്തു കൽപ്പിച്ചിരുന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. பேசுகிறவர்கள் கீழே பேசுகிறார்கள், ஆமென், தெரிந்து கொள்ளப்பட்டவர்கள் மேலே கடந்து போனார்கள். അവരെ പറ്റി പറയുന്നവരൊക്കെ താഴെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തവരെ യേശു ക്രിസ്തു കൽപ്പിച്ചിരുന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. அதற்கான காரணம் என்னவென்றால் அதனுடைய 18ஆம் வசனம் இவ்வாறாக வாசிக்கிறோம். இயேசு ஆமென் அவர்களை மலையிலே கொண்டு சென்ற பிறகு சமீபத்தில் வந்து அவர்களை நோக்கி, வானத்திலும் பூமியிலும் சகல அதிகாரம் இப்போ எனக்கு கொடுக்கப்பட்டிருக்கிறது. യേശു ക്രിസ്തു എന്തുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടു പോയത്? അതിന്റെ 18ാമത് വചനം ഇങ്ങനെ പറയുന്നു, യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ஆமென். இப்பொழுது ஒரு புதிய ஒரு சத்தியத்தை இந்த சீஷருக்கு தேவன் கொடுக்கிறார். என்னவென்றால் இப்பொழுது சகல அதிகாரம் இப்போ எனக்கு கொடுக்கப்பட்டிருக்கிறது. യേശു ക്രിസ്തു ഇവിടെ ആ ശിഷ്യന്മാരോട് ഒരു സത്യത്തെ പ്രസ്താവിക്കുകയാണ്. എന്തെന്നാൽ സകല അധികാരവും ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുകയാണ്. ஆமென். இயேசு கிறிஸ்து பெற்றுக் கொண்டிருக்கிற அந்த அதிகாரத்துக்குள்ளாய் கடந்து வந்திருக்கிற ஒரு 11 சீஷர்கள். ഇപ്പൊ യേശു ക്രിസ്തു പ്രാപിച്ചിരിക്കുന്ന അധികാരത്തിനുള്ളിൽ കടന്നു വന്നിരിക്കുകയാണ് ഈ 11 ശിഷ്യന്മാരും. ஆமென். அதுக்கு காரணம் என்னவென்றால் ஆமென், அதிகாரம் இல்லாதவர்கள் கீழே பேசிக் கொண்டிருக்கும் பொழுது அதிகாரம் உள்ளவர் தம்முடைய சீஷர்களை தனியாக கூட்டி சென்றார். അധികാരമില്ലാത്തവൻ താഴെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അധികാരമുള്ളവൻ ഈ 11 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കടന്നു പോകുന്നു. விசுவாசிக்க முடியும். நீங்களும் நான் கர்த்தருடைய சீஷர்களா இருக்கும் பொழுது நம்மை குறித்து பேசுகிறவர்கள் பேசட்டும், ஆனால் தேவன் நம்மை கூட்டி செல்ல வேண்டிய மலைக்கு தேவன் கூட்டி சென்றிருக்கிறார். നീ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുവാൻ തയ്യാറാവുന്നു? നമ്മളെ പറ്റി പലരും പലതും സംസാരിക്കുന്നവർ സംസാരിച്ചുകൊണ്ടേയിരിക്കട്ടെ. എന്നാൽ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ കൂട്ടിക്കൊണ്ടു പോകേണ്ട മലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനിടയായി തീരും. ஆமென். அதனால நீங்கள் எத்தனை பேர் கர்த்தருக்குள்ளாக ஒப்பு கொடுக்க முடிகிறது? അതിനായിട്ട് എത്ര പേർക്ക് കർത്താവിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കുവാൻ കഴിയും? ஆமென். அப்படி இருக்கும் பொழுது பாருங்கள், ஆமென், அங்கே பலவிதமான வார்த்தைகள் இருந்து வந்த பொழுது இப்ப இயேசு கிறிஸ்துவின் அதிகாரம் ஆமென் இந்த ஜனத்துக்குள்ளாக புறப்பட்டு ஆரம்பித்து விட்டது. ഈ പല കാര്യങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരം അവരിലേക്ക് കടന്നു ചെല്ലുവാൻ. இயேசு கிறிஸ்துவின் அதிகாரம் எப்பொழுது ஆமென் தொடக்கம் வைத்தது என்றால் ஆமென் ஆதியாகம புத்தகத்துல ஆமென் அந்த தொடக்கத்தை நம்மால் பார்க்க முடியும். ഈ അധികാരം എവിടെ നിന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങുവാനിടയായിരുന്നു. ஆமென். அப்பொழுது பிதாவானவர் சொல்லுகிறார், ஸ்திரீயின் கர்ப்பத்திலிருந்து பிறக்கிற ஒருவர் ஆமென் சாத்தானை தம்முடைய காலின் கீழே அவர் ஜெயிக்கிறவராய் புறப்படுவார். പിതാവായ ദൈവം ഇപ്രകാരം പറയുന്നു, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സാത്താന്റെ തലയെ തകർക്കും. ஆமென். அதாவது ஸ்திரீயிலிருந்து பிறந்தவன் சாத்தானுடைய தலையை தகர்ப்பான். എന്തെന്നാൽ സ്ത്രീയിൽ നിന്ന് പിറന്നവൻ സാത്താന്റെ തലയെ തകർക്കുവാനാണ്. ஏது மனுஷனுக்கு நஷ்டப்பட்ட அதிகாரம் அவனை விட்டு மாறி போனதோ அதே நஷ்டத்தை அந்த மனுஷனிடத்திலிருந்து ஒரு புதிய ஒரு அனுபவத்தை கர்த்தர் தொடங்குகிறார். ഏത് മനുഷ്യനിൽ നിന്ന് അധികാരം നഷ്ടമായോ ആ മനുഷ്യനിൽ നിന്ന് ദൈവം ഒരു പുതിയ അധികാരത്തെ തുടക്കം ചെയ്യുവാനിടയായി. அதிகாரி வேற யாருமில்லை, அவர்தான் ஆண்டவராகிய இயேசு கிறிஸ்து. ആ അധികാരി ആരെന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. அதான் യെശയ്യാ 9ஆம் அதிகாரம் 6ஆம் வசனம் வாசிக்கும்போது യെശയ്യാ புத்தகம் ஆமென் 9ஆம் அத்தியாயம் 6ஆம் வாக்கியம் வாசிக்கும்போது அது வாய்ச்சாட்டே യെശയ്യാ 9ஆம் அத்தியாயம் 6ஆம் வாக்கியம். ஆமென். அதனுடைய வசனம் இவ்வாறாக சொல்லுகிறது, நமக்கு ஒரு பாலகன் பிறந்தார், நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார், கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும், அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தர், ஆமென், வல்லமை உள்ள தேவன், நித்திய பிதா, சமாதான பிரபு எனப்படும். നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ பாருங்கள், ஆமென், எங்கே ஆமென் ஒரு முற்றுப்புள்ளி ஒரு full stop கடந்து வந்ததோ ஆமென் இப்பொழுது ஒரு புதிய ஒரு பிறப்பு அங்கே சம்பவித்திருக்கிறது. എവിടെ ഒരു full stop നടന്നോ അവിടെ നിന്ന് ദൈവം അതേ ഒരു അടുത്തൊരു ജനനത്തെ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. பிரியமானவர்களே, அதிகாரமுள்ளவர் பிறந்தார், ஆமென், அதிகாரத்துக்கு எதிராக யாரும் நிற்க முடியாது. അധികാരമുള്ളവൻ ജനിച്ചു കഴിയുമ്പോൾ ആ അധികാരത്തിന് വിരോധമായി ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല. நீங்கள் விசுவாசிக்கிறீங்களா?
பொழுது பரலோகத்துடைய அதிகாரமும் பூமியில் இருக்கிற அதிகாரமும் ஆமென் தன் தோளின் மேல் கர்த்தத்துவம் ஏந்தி கொண்டிருக்கிற சொல்லுகிறார், நான் உங்களுக்கு ஒரு புதிய ஒரு அதிகாரத்தை கொடுத்திருக்கிறேன். ഭൂമിയുടെ അധികാരത്തിൽ വെച്ച് പലരും പലതും സംസാരിക്കുമ്പോൾ ഈ ഭൂമിയിലെ സ്വർഗ്ഗത്തിലെ സകല അധികാരവും പ്രാപിച്ചവൻ നമ്മളോട് കൂടെ ഉണ്ട്. பாருங்கள், சிதறி கிடந்த சீஷர்களை அதிகாரமுள்ளவர் ஒன்றாக சேர்த்தார். ആ അധികാരമുള്ള ആ 11 ശിഷ്യന്മാരെ അധികാരമുള്ളവർ കൂട്ടിച്ചേർക്കുവാനിടയായി. ஆமென். பிரியப்பட்டவரே, நான் உங்களுக்கு சொல்லுகிறேன், சிதறி கிடக்கிற பல விஷயங்களை ஆமென் கர்த்தர் நமக்காக ஒன்று சேர்க்க போகிறார். ചിതറിക്കിടക്കുന്ന പല കാര്യങ്ങളെ കർത്താവ് യേശുക്രിസ്തു നമുക്കായി കൂട്ടിച്ചേർക്കുവാനിടയായി. ஆமென். சீஷர்கள் சிதறி கிடந்த பொழுது ஆமென் இயேசு கிறிஸ்து, உயிர்த்தெழுந்த இயேசு கிறிஸ்து, அதிகாரமுள்ள இயேசு கிறிஸ்து இப்போது சீஷர்கள் எல்லாரும் ஒன்றாக சேர்த்து வைத்திருக்கிறார். ശിഷ്യന്മാർ പലയിടത്ത് ചിതറിക്കിടക്കുമ്പോൾ അധികാരമുള്ള യേശുക്രിസ്തു ഈ 11 പേരെ കൂട്ടിച്ചേർക്കുവാനിടയായി. ஆமென். சீஷருடைய தன்மையை பெற்றுக்கொண்ட பலரும் இந்த தேசத்திலே சிதறி கிடக்கும்போது ஆமென் சிதறி கிடக்கிற பலரையும் கர்த்தர் சபையிலே சேர்த்துக் கொள்ள போகிறார். ശിഷ്യന്മാരുടെ ആ പദവി പ്രാപിച്ച പലരും ഈ ദേശങ്ങളിൽ ചിതറിക്കിടക്കുമ്പോൾ അവരെയൊക്കെ ഈ ദിവസങ്ങൾ സഭയിൽ കൂട്ടിച്ചേർക്കുവാൻ പോവുകയാണ്. ஆண்டவரே, அதிகாரம் ஆமென் முதலாவது வெளிப்படுகிறது என்ன தெரியுமா? ஆமென் சிதறி கிடக்கிற பல விஷயங்களை ஆமென் ஒன்றாக சேர்க்கிற கர்த்தருடைய அதிகாரம் உங்களுக்குள்ளாக கர்த்தர் வெளிப்படுத்த போகிறார். അധികാരം ഒന്നാമത് ഏത് കാര്യത്തിൽ പുറപ്പെടുന്നു എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുന്ന പലരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു അധികാരം ദൈവം നമ്മൾ കൊടുത്തിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആമേൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ ആമേൻ കർത്താവിന്റെ ശബ്ദം കേട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പല ചിതറി കിടക്കുന്ന വിഷയത്തെ ആമേൻ അധികാരമുള്ളവർ കൈവെക്കുമ്പോൾ അത് ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് വേണ്ടി അത് ഒരു സൈന്യമായി നിൽക്കുമെന്ന് കർത്താവ് വാഗ്ദത്തമായി കർത്താവ് സഭയോട് അറിയിച്ചു ചെയ്യുന്നു. ஆமென். சிதறி கிடக்கிற பல விஷயங்கள் உங்கள் வாழ்க்கையில மாறி இருக்கும்போது சீஷர்களுக்காக ஆண்டவர் சொல்லுகிறார், உங்களுக்காக தேவன் அதை கூட்டி சேர்த்து அது ஒரு சேனையாக தேவன் எழுப்ப போகிறார். ஆமென். விசுவாசிக்கிறவர் ஹalleluya, ஹalleluya. அப்ப சிதறி கிடக்கிற 11 சீஷர்களை இயேசு சொன்னார், ஆமென், என்னை குறித்து அவர்கள் மற்றொரு சொல்வதற்கு முக்கியம் கிடையாது, எனக்கு இப்பொழுது தேவை இந்த 11 சீஷர்கள் மட்டும்தான். ആ 11 ശിഷ്യർ സംസാരിക്കുന്ന പലരും സംസാരിക്കും. യേശുക്രിസ്തു പറയുന്നത് പലരും സംസാരിക്കുന്നത് എനിക്ക് ആവശ്യമില്ല, എന്നാൽ ഈ ചിതറിക്കിടക്കുന്ന ശിഷ്യന്മാരെയൊക്കെ കൂട്ടിച്ചേർക്കുവാനാണ് യേശുക്രിസ്തു ആഗ്രഹിച്ചത്. ஆமென். எதற்கென்றால் அவருக்காக நான் ஆயத்தப்படுத்தியிருக்கிற மலை அந்த பிள்ளைகளுக்காக மட்டும்தான். എന്തുകൊണ്ടെന്നാൽ ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മല അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ஆமென். எத்தனை பேர் சொல்ல முடியும்? மலை ஆமென் தேவனுடைய சீஷர்களுக்காக தேவன் வைத்திருக்கிறார். എത്ര പേർക്ക് പറയുവാൻ കഴിയും മല ദൈവത്തിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ஆமென். വെച്ചിരിക്കുന്നു? யாருக்கும் கிட்டதில்லை, யாருக்கும் புரியவில்லை. பைபிள் நன்றாக வாசித்தால் நன்றாக புரியும். இம்மலைയുടെ അവസ്ഥ ആமெൻ നോക്കുമ്പോൾ மலைയുടെ അനുഭവத்தை பார்க்கும்போது மோசேயுடைய காலங்களில் தொடங்கின ஒரு மலையை நம்மால் பார்க்க முடியும். ഈ മലയുടെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ ബൈബിൾ അധികമായി വായിക്കുമ്പോൾ മോശയുടെ കാലഘട്ടം തോന്നലേ മല തന്നെ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒരുക്കി ஒரு വെച്ചിരിക്കുന്നു. 3 മർമ്മങ്ങളെ ഞാൻ സഭയ്ക്ക് ഞാൻ കൈമാറാൻ പോകുന്നു. 3 രഹസ്യത്തെ ഞാൻ കൈമാറാൻ പോകുகிறேன். 3 മർമ്മങ്ങളെ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പഴയ ഏർപ്പാട്ട് കാലത്തില് ആമേൻ മോശയെ മാത്രം കൂപ്പിട്ട ഒരു ദേവൻ മലയില്. ഒന്നാമതായി പഴയ നിയമകാലത്തില് മോശയെ മാത്രം മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആമേൻ മോശയെ മാത്രം കൂപ്പിട്ട് കൊണ്ടുപോണ ആമേൻ കത്ത് മോശയ്ക്കുரிய மகிமையையும் கற்பனைகளையும் பரலோகம் நேரடியாக பேசி மோசேயை திருப்பி அனுப்பிவிட்டது. മോശയെ മാത്രം മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മോശയ്ക്ക് ദൈവം കൽപ്പനകളും ആ നിയമങ്ങളും അവർ കൊടുത്ത് ദൈവത്തിന്റെ മഹത്വത്തെ കാണിച്ച് തിരിച്ചു വിടുവാനിടയായി. ആമേൻ. അകത്ത് സംശയമുള്ളവരുണ്ട്, அதுக்குள்ளாக சந்தேகப்படுகிறவர்கள் இருக்கிறீர்கள். அதுകൊണ്ട് வചனம் சரியாக சொல்லுகிறது, அந்த சீஷர்களும் சந்தேகப்படுகிறவர்கள் இருந்தார்கள். ഇത് പറയുമ്പോഴും പലരും സംശയത്തോടെ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ ഈ നമ്മളിപ്പോ വായിച്ച വചനത്തിലും ചിലർ സംശയിക്കുവാനിടയായി. ആമേൻ. നിങ്ങൾ വിശ്വാസത്തോട് ആമേൻ നിങ്ങൾ കേട്ടാൽ വിശ്വാസത്തോടെ നിങ്ങൾ കേട്ടാൽ ചില മർമ്മങ്ങളെ രഹസ്യത്തെ പെട്ടുകൊണ്ട് നിങ്ങൾ കടന്നു പോക പോകുகிறீர்கள். നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ കേൾക്കുവാൻ തയ്യാറായാൽ ആ ദൈവത്തിന്റെ ആ രഹസ്യങ്ങൾ നിങ്ങൾ പ്രാപിച്ചു മടങ്ങി പോകാനിടയായി. ആമേൻ. പഴയ ഏർപ്പാട്ടിൽ മോശയ്ക്ക് മാത്രം ആമേൻ ആയത്തപ്പെടുത്തിയിരുന്ന ഒരു മலை, പഴയ നിയമത്തിൽ മോശയ്ക്ക് മാത്രം കൊടുത്തിരുന്ന ഒരു മല പുതിയ ഏർപ്പാട്ടുകളായി കടന്നു വന്ന പൊഴുது പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ പഴയ ഏർപ്പാട്ടിൽ சொன்னா இந்த ஜனங்கள் யாரும் மலையின் மேல் வரக்கூடாது. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ആ മോശ കയറി പോകുമ്പോൾ ആ ബാക്കിയുള്ള ജനങ്ങൾ ആരും മലയിൽ കടന്നു പോകാൻ അവർക്ക് അധികാരമില്ല. மலையை தொட்டால் அவன் காலி. ആരെങ്കിലും മലയിൽ തൊട്ടാൽ അവർ മരിച്ചു പോകും. ஆமென். சரிதானே? மோசேக்கு மட்டும் ஆயத்தப்படுத்தியிருந்த ஒரு மலை, ആ മോശയ്ക്ക് മാത്രം കൊടുത്തിരുന്ന ഒരു മല, அப்படிதானே சிஸ்டர்? மோசேக்காக மாத்திரம் ஆயத்தப்படுத்தியிருந்த மலை, மோசேக்கு மட்டும்
தேவன் ஆயத்தப்படுத்தியிருந்த இந்த மலையை ஆமென் கர்த்தர் என்ன செய்கிறார்? புதிய ஏற்பாட்டுக்குள்ள கடந்து வரும்பொழுது இந்த 12 சீஷர்கள், எத்தனை சீஷர்கள்? 12 சீஷர்கள் இருந்து 3 பேரை மட்டும் ஆண்டவர் தெரிந்து கொள்கிறார். മോശയ്ക്ക് മാത്രം കൊടുത്തിരുന്ന മലയില് ഇപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു മലയിലേക്ക് കടന്നു പോകുന്നു. மர்மம் சபைக்கு நான் கைமாறும் ரகசியத்தை கைமாறுகிறேன். ஆமென். 1 இப்பொழுது 3ஆയി மாறிவிட்டது. ഒന്നായിരുന്നത് ഇപ്പൊ 3ആയി മാറുവാൻ ഇടയായി. വെളിപ്പാട് കിട്ടുന്നില്ല. ആമേൻ. ആർക്ക് കിടക്കുക? 1 3ആയി മാറിനത്. 1 3ആയിട്ട് മാറി. ആമേൻ. അത് യേശുവിന്റെ മരണത്തിന് മുന്നമേ ആമേൻ 1നെ കർത്താവ് 3ആയിട്ട് മാറ്റി. യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുന്നമേ 1 3ആയി മാറുവാൻ ഇടയായി. ഈ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയാൽ വലിയൊരു അധികാരത്തോടെ നിങ്ങൾ പുറത്തു പോകും. ഈ വെളിപ്പാട് നിങ്ങൾ മനസ്സിലാക്കി വലിയൊരു അധികാരത്തോടെ പോകുവാൻ ഇടയായി. ആമേൻ. ആ മഹത്വത്തെ കണ്ട മോശ ഒരാളായി തിരിച്ചു വന്നപ്പോൾ ആ മഹത്വത്തെ വീണ്ടുമായി കാണിപ്പാൻ വേണ്ടി കർത്താവ് 3 പേരെ അവിടെ തിരഞ്ഞെടുക്കുന്നു. அந்த மகிமையை பார்த்த மோசே ஒருத்தராய் இருக்கும்போது திருப்பி ஆண்டவர் இயேசுகிறிஸ்து 3 பேரை மாற்ற செய்றார். ആമേൻ. വയസ്സിൽ മൂത്തവരും ആമേൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ മോശ കർത്താവ് കൊണ്ടുപോകുമ്പോൾ 80 വയസ്സിന് മേലായിരുന്നത്. യേശുക്രിസ്തു മോശയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ 80 വയസ്സിന് മേലെ இருந்துச்சு. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്ക് 80 വയസ്സിന് താഴെ தான் எல்லாரும் இருக்கிறீர்கள். ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും 80 വയസ്സിന് താഴെയാണ്. പപ്പ 80 വയസ്സ് കഴിഞ്ഞാലും ആമേൻ മഹിമയെ பார்க்க முடியும். അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. പപ്പയുടെ ആലോചന പറയുന്നത് ആമേൻ 80 വയസ്സ് കഴിഞ്ഞാലും കർത്താവിന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 80 വയസ്സ് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. മഹത്വം തുടങ്ങുന്നത് 80 വയസ്സ് കഴിഞ്ഞായിരുന്നു പഴയ നിയമത്തിൽ. മഹിമ സ്റ്റാർട്ട് ആവുന്നത് പഴയ ഏർപ്പാടിൻ പ്രകാരമാണ് 80 വയസ്സൊക്കെ അപ്പുറം தான். ஆனால் പുതിയ ഏർപ്പാട്ടിൽ കടന്നു വന്നപ്പോൾ വയതും കുറഞ്ഞു വിട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ വയസ്സ് കുറഞ്ഞു വരുവാനാണ്. അപ്പോൾ ആമേൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന വാഗ്ദത്തം ക്രിസ്തു ആമേൻ എന്ന് ജനിച്ചു അന്ന് സഭയ്ക്ക് കർത്താവ് കൈമാറാൻ തുടങ്ങി. സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് ക്രിസ്തു அந்த அதிகாரத்தை பகிர்வானே தெரியும். ஆமென். சகல ஆமென் ஆமென் ஜனத்தின்மேலும் என்னுடைய ஆவியை ஊற்றுவேன் என்று சொன்ன அந்த அதிகாரம் ஆமென் இயேசு கிறிஸ்து எப்பொழுது பிறந்தாரோ அப்பொழுது சபைக்கு கர்த்தர் கைமாற தயாராகி விட்டார். സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ നിവർത്തീകരണം യേശുക്രിസ്തു ജനിക്കുമ്പോൾ എല്ലാ ജനത്തിന്മേൽ ആത്മാവിനെ കൊടുക്കുവാനാണ് தெரியும். சபை பிடிச்செடுக்குவான் தயாராகட்ட. இனி சபை அதை ஏற்றுக்கொள்வதற்கு அங்கீகரித்துக் கொள்வதற்கு ஆமென் சொல்லி தயாராகி கொள்ளுங்கள். അത് നമ്മൾ പ്രാപിച്ചെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തു ആമേൻ പത്രോസിനെ വിളിച്ചു. ആമേൻ. യേശു ക്രിസ്തു പേതുരുവെ കൂപ്പിട്ടാർ. യേശു ക്രിസ്തു യാക്കോബെ കൂപ്പിട്ടാർ. യേശു ക്രിസ്തു യോവാനെ കൂപ്പിട്ടാർ. വാരുங்கள் நாம் கடந்து போகலாம். യേശുക്രിസ്തു പത്രോസിനെ യോഹന്നാനെ യാക്കോബിനെ വിളിച്ചുകൊണ്ട് മലയിലേക്ക് കടന്നു പോകാനാണ്. ആമേൻ. വാരുங்கள் யாரும் ஆமென் பார்க்காத ஒரு மலையில் நான் உங்களை கொண்டு போகிறேன். ആരും കാണാത്ത ഒരു മലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആമേൻ. யாரும் കയറാത്ത ഒരു മലയിൽ ഞാൻ ഉங்களை കൊണ്ടുപോക പോകുகிறேன். ആരും കയറാത്ത ഒരു മലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആമേൻ. നീ സീഷനാണ്. നീ കർത്തരുடைய பார்வையில் നീ സ്പെഷ്യലാக இருக்கிறாய். നമ്മൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായാൽ യേശുക്രിസ്തുവിന്റെ കണ്ണിൽ നമ്മൾ സ്പെഷ്യലാണ്. அன்று 12 பேருக்கு 3 பேருக்கு மாத்திரம் அந்த சீட்டு அதாவது தெரிந்து கொள்ளுதல் விழுந்த பொழுது ആ 12 ശിഷ്യന്മാരിൽ 3 പേർക്ക് മാത്രം ആ തിരഞ്ഞെടുപ്പ് കിട്ടിയപ്പോൾ அந்த மறுரூப மலையில் 3 பேர் இப்பொழுது ஏறி கடந்து செல்கிறார்கள். ആ മറുരൂപ മലയിൽ അവർ 3 പേർ കടന്നു പോകുവാനിടയായി തീർന്നു. மறுரூப மலையில் மேலே எழுந்த போது ஆமென் அந்த சோர்வினாலே கொஞ்சம் தூங்கியும் போய்விட்டார்கள். ആ മറുരൂപ മല കയറി പോകുമ്പോൾ ആ ക്ഷീണത്തിൽ ചിലർ ഉറങ്ങി പോകുവാനിടയായി തീർന്നു. மலையில் ஏறி நிற்கிற சீஷர்களை தூங்குவதற்காக அல்ல ஆண்டவர்களை கூப்பிட்டு இருப்பது தேவனுடைய மகிமையை கண்டு கொண்டு பார்ப்பதற்காக தான் தேவன் அவங்களை தெரிந்து கொண்டு இருக்கிறார். മലയിലേക്ക് കയറി പോകുന്ന നമ്മൾ ക്ഷീണത്തിൽ ഉറങ്ങി പോകുവാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ആ മലയിലേക്ക് കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തർ ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നവരായിരിക്കണം. நான் அதை பார்த்தபொழுது நான் சிந்தித்தது அவன் தூங்கினாலும் சீஷருக்கு மகிமை கொடுக்கிற தேவன் அந்த மலையில் இருந்தார். ആ ശിഷ്യന്മാര് ഉറങ്ങിയാലും ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം കാണിക്കുവാനിടയായി. அப்போது சர்ச்சில் இருந்து தூங்கினாலும் சில மகிமை நீங்கள் பார்த்துவிட்டு தான் தேவனை காண போகிறார். നിങ്ങൾ ചർച്ചിൽ ഇരുന്ന് ഉറങ്ങിയാലും ദൈവത്തിന്റെ മഹത്വത്തെ കാണിച്ചിട്ടാണ് ദൈവം നിങ്ങളെ അയക്കത്തുള്ളൂ. அப்போது சம்பவித்தது என்ன? ஆமென். அங்கே தேவனுடைய மகிமை அந்த மலையில இறங்கி வந்தது. എന്തോ സംഭവിച്ചെന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം ആ മലയിൽ ഇറങ്ങുവാനിടയായി. ஆமென். மகிமை இறங்கி வந்த பொழுது அங்கே 2 பேர் இறங்கி வருகிறார்கள். ஒருவருடைய பெயர் ஏலியா, இன்னொரு பெயர் மோசே. ஆமென். கிடைக்கவில்லை. ஆமென் சொல்லுங்க. நம்ம மலையாள പറഞ്ഞാട്ടെ. അവിടെ ആ മലയിൽ മഹത്വം ഇറങ്ങുമ്പോൾ 2 പേർ ഇറങ്ങി വരുവാനായിട്ട്. ഒന്ന് ഏലിയാവും ഒന്ന് മോശയും. ஆமென். எந்த மோசேயும் ஏலியாவும் இறங்குவதற்கான
ചിന്തിക്കാം. ആമേൻ. അപ്പോൾ ഒന്ന് ആമേൻ മൂന്നായിട്ട് അവർ നിന്നപ്പോൾ ആമേൻ അടുത്ത മൂന്നിനെ കർത്താവിന്റെ മഹത്വത്തെ കാണിച്ചു. ഒന്നായിട്ട് മോശ കടന്നു പോയപ്പോൾ അതിനെ മൂന്ന് പേരായി ദൈവം മൂന്ന് പേരെ മഹത്വത്തെ കാണിക്കുവാനിടയായി തീർന്നു. நன்றாக கவனமாக கேளுங்க. இப்போது இயேசு மூன்று சீஷர்கள் மலை மேல் ஏறி இருக்கிறார்கள். இப்போது அங்க கடந்து வந்திருக்கிற மோசேயும் ஆமேன் எலியாவும் இப்போது இயேசுவும் மூன்று பேரும் அந்த மகிமையில் ஒன்றாக சேர்ந்து பேசிக் கொண்டிருக்கிறார்கள். இப்ப இயேசு மூன்று ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങുമ്പോൾ ആ മഹത്വത്തിൽ ഇരുന്ന മോശയും ഏലിയാവും യേശുവും കൂടെ അവിടെ ഇരുന്ന മഹത്വത്തിലെ സംസാരിക്കുവാനിടയായി തീർന്നു. ஆமென். ഈ മൂന്ന് ശിഷ്യരുടെ മറ്റ് ശിഷ്യர்கள் இந்த மூன்று ശിഷ്യர்கள் கேட்டார், ஏ ശിഷ്യனே ஆமென் உனக்கு என்ன ஒரு முக்கியத்துவம், இயேசு ஏன் உன்னை தனியாக கூட்டி வந்த காரணம் என்ன என்று யாரேனும் கேட்டால் ഈ എന്തുകൊണ്ട് യേശു ഈ മൂന്ന് ശിഷ്യന്മാരെ മാത്രം തനിയെ കൂട്ടിക്കൊണ്ടു പോയി അവർക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രാധാന്യമുള്ളത് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ ஆமென் அந்த சீஷர்களுக்கு சொல்வதற்கான எந்த பதிலும் கரங்களில் கிடையாது. അവർക്ക് പറയാൻ ആ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരു മറുപടിയും ഇല്ല. ஏனென்றால் ஒருவன் மேல் சீட்டு விழுந்தால் அது கர்த்தருடைய கரங்களில் விழுந்தால் அவன் is something special for before the Lord Jesus Christ. നമ്മുടെ മേൽ ദൈവത്തിന്റെ അച്ചീട് നമ്മുടെ മേൽ വീണാൽ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു സ്പെഷ്യൽ ആയിരിക്കുകയാണ്. ஆமென். പക്ഷേ ഞാൻ ഒന്ന് சொல்றேன், இந்த சபையில ஒரு ஆள் மேல் சீட்டு விழுறது கிடையாது. இங்க விழுகிற சீட்டு எல்லார் மேலும் விழுந்து கொண்டிருக்கிறது. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരുത്തന്റെ മേൽ ദൈവം ചീട്ടിനെ കൊടുത്തതല്ല, ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചിലിരിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ஆமென். அதுக்கு காரணம் என்ன தெரியுமா? അതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ஆமென். மூன்று பேரும் மகிமையை பார்க்கிறாங்க. பேதுருவும் யாக்கோபும் யோவானும் மலையில நின்று என்ன பார்க்கறாங்க? மகிமையை பார்த்து கொண்டே இருக்கிறாங்க. பார்க்கும்போது பேதுருக்கு திடீர்னு ஒரு காரியம் நடந்தது. ஆமென். ஆண்டவரே, இங்கே எலியாவுக்கும் மோசேக்கும் உங்களுக்கும் நம்ம என்ன கொடுக்கலாம்? ஒரு கூடாரம் கெட்டலாம் என்று சொல்லுகிறார்கள். ഇവിടെ ഇവർ മൂന്ന് ശിഷ്യന്മാരും ആ മഹത്വത്തെ കാണുന്നത്. എന്നാൽ പത്രോസിന് പെട്ടെന്ന് ഒരു ചിന്ത വരികയാണ്, ഈ ഏലിയാവിനും മോശയ്ക്കും യേശുവിനും കൂടെ ഒരു മൂന്ന് കുടിൽ നമുക്ക് ഇവിടെ കെട്ടാമെന്ന് പറയുന്നു. கூடாரம் கட்டி അവിടെ തന്നെ பார்ക്കാം. அந்த கூடாரத்தை அடித்து அங்கே தங்கலாம் என்று அவர் என்ன செய்தார்கள்? தீர்மானித்தார்கள். മൂന്ന് കുടിൽ കെട്ടി നമുക്ക് അവിടെ താമസിക്കാമെന്ന് പത്രോസ് പറയുവാനിടയായി. நல்லா கவனமா கேளுங்க. எல்லாரும் ശ്രദ്ധിച്ചു கேட்டாலே ஆமென். மகத்துவம் இறங்கியது, மகிமை இறங்கினது. ஆனால் நிற்பது ஏலியாவென்றும் மோசே என்றும் பேதுருக்கு வெளிப்படுத்தினது யார்? അപ്പോ മഹത്വം അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. എന്നാൽ പത്രോസിന് അത് മോശയാണെന്നും ഏലിയാവാണെന്നും എങ്ങനെ മനസ്സിലായി? ശരിയല്ലേ ബ്രദറെ? ആമേൻ. മോശയും ആമേൻ ഏലിയാവും എന്ന് ആമേൻ പത്രോസിന് എങ്ങനെ മനസ്സിലായി? പേതുരുവിനെ எப்படி புரிந்து அது ஏலியாவெന്നും மோசேயெന്നും? ஆமென். மலையில் ஏறினால் புரியாத பல விஷயங்களை கர்த்தர் புரிய செய்வார். நம்ம மலையின் மேல் ஏறியால் நமக்கு മനസ്സിലാകാത്ത പല விஷயங்களை தேவன் நம்மளை മനസ്സിലാക്കുവാനാണ്. வெளிப்படாத பல விஷயங்களை இந்த மகிமை இறங்கினால் கர்த்தர் உங்களுக்காக வெளிப்படுத்துவார். நமக்கு வெளிப்படாத பல காரியங்கள் தெய்வத்தின் மகத்துவம் நம்மளிലേക്ക് இறங்கும்போது நமக்கு வெளிப்படுவானாണ്. குறிக்கப்பட்ட மலையிலே ஆண்டவர் கயிற்றும்போது உன்னை ஏற்றி செல்லும்போது போவதற்கு தயாரானால் ஆமென் செய்ய வேண்டிய பரலோகம் உனக்காக அங்கிருந்து இறங்கி வரும். நமக்கு நம்ம மலையிலே ആ മഹത്വത്തിന്റെ മലയിലേക്ക് കയറി പോകുവാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരേണ്ട പല കാര്യങ്ങൾ അവിടെ ഇറങ്ങി വരുവാനിടയായി തീരും. கொஞ்சம் வெட்டப்பாடுണ്ട്, கொஞ்சம் பாடுகள் இருக்குது. மலை ஏறி போக வேண்டும். നമുക്ക് ആ മല കയറി പോകുന്ന പല പ്രയാസങ്ങളുണ്ട്. ஆனால் அந்த பாரங்கள் தீமைக்கல்ல பிரியப்பட்ட மகனே, அது கர்த்தர் வெளிப்பட வேண்டிய நாள் உனக்காக ஆயத்தப்படுத்தி இருக்கிறதுனால கர்த்தர் உனக்காக மகிமையாக மலை மேல் கடந்து வருகிறார். നമ്മൾ കടന്നു പോകുമ്പോൾ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ പ്രയാസങ്ങൾ ഒന്നും നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ദൈവ മഹത്വത്തെ കാണിക്കുവാൻ വേണ്ടിയാണ്. ஆமென். 2024 டிசம்பர் எന്ന ஆமென் மாசத்தில் கடந்து வந்திருக்கிறவங்களை பார்த்து ஆண்டவர் சொல்கிறார், பல மாசங்களில் பலவிதமான நெருக்கத்தோடு நீ ஏறி வந்திருக்கலாம். அது உனக்கு நஷ்டத்துக்கல்ல. 2025 ஒரு அறுவடையினுடைய வருஷமாக கர்த்தர் உனக்காக கொடுக்க போகிறார். ഈ 2024 ഡിസംബർ മാസത്തിൽ കടന്നു വന്ന നമുക്ക് ഈ പല മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കടന്നു വരും പലവിധമായ പ്രയാസങ്ങൾ, പലവിധമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ അതെല്ലാം നമ്മളെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് 2025 നമ്മുടെ ഒരു കൊയ്ത്തിനായി ദൈവം വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസിക്കുന്നവർ സ്വീകരിച്ച കർത്തൃത്വം ആമേൻ சொல்ல முடியுமா? ஆமென். மூணு பேர் ஆமென் അവിടെ கடந்தപ്പോൾ பத்ரோஸ்க்கு மாத்திரம் பேதுருக்கு மட்டும் ஒரு வெளிப்பாடு கிடைக்கிறது, மோசே என்றும் எலியா என்றும். ആ മൂന്ന് പേര് ഇവിടെ കടന്നു ചെല്ലുവാനിടയായി.
അന്ന് ഇല്ലായിരുന്നു. ഗൂഗിൾ ഒന്നും ഇല്ലായിരുന്നത്. അന്ന് ഈ ഗൂഗിളിന്റെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. இப்பொழுது ஆமென் ഞാൻ என்னுடைய பிள்ளைகளிடத்தில் ஹன்னானிடத்தில் நான் சொன்னால் ஆமென் ஜார்ஜ் அலெக்சாண்டர் கிரஹாம் பெல் എന്ന് சொன்னால் ഓടി പോയി ആമെൻ ചാറ്റ് ജിപിടി ഇല്ലെങ്കിൽ ജെമിനി വന്നിട്ടുണ്ട്. ആമെൻ ഇല്ലെങ്കിൽ വേറെ ഒരു സാധനം ഉണ്ട്. ആമെൻ എന്നൊന്നും സാർ എനിക്ക് അറിയാത്ത പല സാധനം അകത്തുണ്ട്. എന്താ പറയുക? മെറ്റ മെറ്റായി ഏതോ ഒന്ന് ആമേ അതിനകത്ത് ചെന്ന് അടിച്ചു കൊടുത്താൽ ആമേ അലക്സാണ്ടർ ഗ്രഹാമിന്റെ ഫോട്ടോ ഉൾപ്പെടെ ആമേ ജീവിതം ഉൾപ്പെടെ എല്ലാ ചരിത്രവും അതിനകത്ത് കടന്നു വരും. ആമേ പക്ഷെ അന്ന് മലയിൽ കയറിപ്പോണ പേതുരുക്ക് കയ്യിൽ സ്മാർട്ട് ഫോണോ ഡേറ്റാബേസോ എൻസൈക്ലോപീഡിയയോ ഒന്നും ആർക്കില്ല, പത്രോസിനില്ല. പക്ഷെ പത്രോസ് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് എലിയാവ് മോശയാണെന്ന്. ஆமென். பார்த்தபோதே பேதுருக்கு புரிந்து விட்டது யாரு? மோசேயும் எலியாவும். இது எங்க இருந்து கிடைத்தது? எவ்வளவு கிட்டி? പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുവാൻ തയ്യാറായ ആമേൻ സ്വീകരിക്കുന്നവൻ ആമേൻ സ്വീകരിപ്പാൻ തയ്യാറായ പ്രാപിക്കുന്ന ദിവസങ്ങൾ അധികമില്ല. അത് 2024 കർത്താവിനങ്ങൾക്ക് വേണ്ടി തന്നിരിക്കും. എത്ര പേർ ആമേൻ പറയാൻ முடியும்? ആമേൻ. നിങ്ങൾ பெற்றுக்கொள்வதற்கு தயாரானால் ஆமேன் கொடுக்கிறவர் உங்களுக்காக தயாராய் மலையில் இருக்கும்போது அந்த வெளிப்பாடுகளை நீங்களும் நானும் பெற்றுக்கொள்ள முடியும். ஹalleluya. ஆமென். അപ്പോൾ ஆமென் பேதுரு சொல்லுகிறார், இவர்களுக்கு நாம் என்ன செய்யலாம்? கூடாரம் கட்டலாம். അപ്പോൾ പത്രോസ് പറയാനാണ് മൂന്ന് കുടിൽ നമുക്ക് ഇവിടെ കെട്ടാം. ആമേൻ. ഇപ്പോൾ നോക്കുക, ആമേൻ ഒന്ന് മോശെ പോയതെല്ലാം മലയാരും മറക്കല്ലേ, മലയാരും மறந்து போவாதீங்க. மோசேயுடைய மலை, மறுரூப மலை, இப்ப அடுத்த ஒரு மலை வர போகிறது. மோசேயுடைய மலை, பின்ன மறுரூப மலை, இனி அடுத்த மலை கடந்து வராங்க. ஆமென். அடுத்த ஒரு மலையை பத்தி இப்ப சொல்ல போகிறேன். சந்தோஷமா இருங்க. அடுத்த ஒரு மலையை பத்தி இப்ப പറയുമ്പോൾ നിങ്ങൾ സന്തോഷமா இருங்க. ஆமென். கர்த்தாவின் ஒரு வெளிப்படையான ஒரு பெயர், வெளிப்படையான ஒரு பேர் உண்டு. பேர் என்னதுன்னா அவர் வர்த்திப்பிக்கிற தேவன். ദൈവത്തിന് ഒരു പേരുണ്ട്, അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവം. അതായത് തമിഴിൽ പെരുക ചെയ്യുന്ന ദേവൻ, വർദ്ധിപ്പിക്കുന്ന ദൈവം. അപ്പോൾ 2024 2025 ഇടയിൽ பார்த்தால் அவர் பெருக செய்கிறவர். 2024 25 ഇടയിൽ നമ്മൾ നോക്കിയാൽ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവം. 2023 24 അത് പെരുകുகிற കാലം. 2023 24 നോക്കിയാൽ അതും വർദ്ധിക്കുന്ന കാലം. ഇപ്പോൾ മറുരൂപ മലയല്ല, അടുത്ത മലയിൽ ആண்டവരായ യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ടു പോകുகிறார். മറുരൂപ മലയിലെ അടുത്ത മലയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് നന്നായിട്ട് കേട്ടാട്ടെ, കവനமாக நன்றாக கேளுங்கள். இப்பொழுது என்ன சேஞ்ச் அங்கே நடந்திருக்கிறது? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ എന്ത് വ്യത്യാസം അവിടെ നടക്കുവാനിടയായി? What is the change behind that? என்ன ஒரு மாற்றம் அங்கே நடந்திருக்கிறது? എപ്രകാരമുള്ള മാറ്റം അവിടെ സംഭവിക്കാനിടയായി? ஐயோ, மோசேக்கு ஒராளா இருந்தது மூன்றாய் மாறினது. ஆனால் இந்த 3 11ஆக மாறுவதற்கான காரணம் என்ன? மோசேக்கு ஒராளாയിരുന്നു, എന്നാൽ അത് 3ആയി മാറി ഇപ്പോൾ അത് 11ആയി മാറുവാൻ കാരണം എന്ത്? ஆமென். அதுல ஒற்றை சேஞ்சே உள்ள ஒரே ஒரு மாற்றம் தான் இருக்கிறது. இப்பொழுது அதிகாரமுள்ளவர் உயிர் தெழுந்திருக்கிறார். അതിന് ഈ 11ആയി മാറാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അധികാരമുള്ളവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. அப்ப புனருத்வானத்தின் சக்தியில் ഈ ഉയർത്തെഴുന്നതിന്റെ വല്ലമയിൽ വിശ്വസിக்கிற உங்களுக்கு எல்லாருக்கும் அந்த மகிமைக்குள்ளாய் கடந்து போக முடியும். ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതിന് ആ ശക്തിയിൽ കടന്നു ചെല്ലുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തു മരിத்தார், இப்ப 3ஆம் நாள் உயிர் தெழுந்திருக்கிறார். യേശു ക്രിസ്തു മരിച്ചു, എന്നാൽ 3ആം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനായി. தெய்வம் மாறிட்டிല്ല, கடவுள் தேவன் மாறவில்லை. அதே தேவன் அன்றும் இன்றும் என்றும் மாறாதவராய் இருக்கிறார். ദൈവം ഒന്നും മാറിയിട്ടില്ല. ഈ യേശു ക്രിസ്തു അന്നും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു. ஆமென். அப்படி இருக்கும் பொழுது இயேசு கிறிஸ்து தன் சீஷர்களுக்காக ஒரு ஒளிவு மலையை ஆயத்தப்படுத்தி வைத்தார். അപ്പോൾ അപ്രകാരം ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി ഒലിവ് മല ഒരുക്കി വെച്ചിരിക്കുന്നു. ஆமென். ஒளிவு மலை எதற்கு காரணம் என்றால் அது சந்தோஷத்தினுடைய மலையாக இருக்கிறது. ഒലിവ് മല എന്തിനു കാണിക്കുന്നു വെച്ചാൽ സന്തോഷത്തിന്റെ മലയായിരിക്കും. ஆமென். எத்தனை பேர் ஆமென் சொல்ல முடியும்? ஆமென். துக்கத்தின் நாட்களுக்கு தேவன் சந்தோஷத்தினுடைய மலையை உங்களுக்காக தேவன் ஆயத்தப்படுத்த போகிறார். എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ്? നമ്മുടെ ദുഃഖത്തിന്റെ കാലങ്ങൾ മലയ്ക്ക് ദൈവം സന്തോഷത്തിന്റെ നാളുകൾ തരുവാൻ പോകുന്നു. உன்னை பற்றி பேசுகிறவர்கள் பேசட்டும், கவலை இல்லை. எனக்காக தேவன் ஒரு ஒளிவு மலையை ஆயத்தப்படுத்தி வைத்திருக்கிறார். നമ്മളെ പറ്റി പറയുന്നവർ സംസാരിക്കട്ടെ, ദൈവം നമുക്ക് വേണ്ടി ഒരു ഒലിവ് മല വെച്ചിരിക്കുന്നു. இப்ப 3 நல்ல பிரியமானவர்களே, இப்பொழுது முழு கூட்டமே தேவன்
போகவில்லை. യേശു ക്രിസ്തുവിനോട് ചേർന്ന് അപ്പം കഴിച്ചവരെ യേശു ക്രിസ്തു കൊണ്ടുപോയില്ല. அந்த அப்பத்தை நினைத்து விடாதீங்க. 5000 பேர் சாப்பிட்டு 5000 பேரை ஆண்டவர் கூட்டி கொண்டு போகவில்லை. 5000 പേർക്ക് ദൈവം അഞ്ചപ്പത്തെയും പകുത്തു കൊടുക്കുമ്പോൾ ആ അപ്പം കഴിച്ച ആളുകളെ ദൈവം കൊണ്ടുപോയില്ല. இயேசு கிறிஸ்துவின் சிலுவை மரணத்தையும் இயேசு கிறிஸ்துவின் உயிர்த்தெழுதலையும் ஆமென் அனுபவித்த சீஷர்களை ஆமென் அதை விசுவாசித்திருக்கிற சீஷர்களை தேவன் ஒளிவு என்கிற பெரிய ஒரு மலைக்குள்ளாக தேவன் கூட்டி சேர்க்கிறார். കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തെയോ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ച ശിഷ്യന്മാരെ യേശു ക്രിസ്തു ഒലിവുമലയ്ക്ക് കൂട്ടിക്കൊണ്ടു. விசுவாசிக்கிறவர்களாக தேவன் அந்த சீஷர்களை தேவன் கூட்டி சேர்க்கிறார். ആ വിശ്വാസത്തിൽ കടന്നു പോകുന്ന ശിഷ്യന്മാരെ ദൈവം മലയിലേക്ക് കൊണ്ടുപോകും. அவன் இப்படி என்ன அதிகாரம் இப்போது பூமிக்கும் பூலோகத்திற்கும் பரலோகத்துக்குள்ள சகல அதிகாரங்களும் இப்போது இயேசு கிறிஸ்துவுக்கு கைமாறி இருக்கிறது. ഇപ്പോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം യേശു ക്രിസ്തുവിന് കൈമാറിയിരിക്കുന്നു. ഇനി അല്ലാതെ കോപ്പറേറ്റ് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ആർക്കും കോപ്പറേറ്റ് ചെയ്യാൻ முடியாது. இப்போது ஒரே ஒரு அதிகாரி அவர் ஆண்டவராகிய இயேசு கிறிஸ்து. ഇപ്പോ ഒരേ ഒരു അധികാരി ആ കർത്താവായ യേശു ക്രിസ്തു. இப்போ ஒற்ற அதிகாரி இயேசு മാത്രമേ ഉള്ളൂ. ഇപ്പോ ഒരേ ഒരു അധികാരി തന്നെ ആണ്ടവരായ യേശു ക്രിസ്തു. விசுவாசிக்கிறவர் கரங்களை வைத்து ஆமென் പറഞ്ഞാൽ പ്രിയപ്പെട്ടവரே. ஆமென். உங்களுடைய விஷயத்தில் அதிகாரம் ஆமென் சாத்தான் எடுத்து நியமிக்கும் பொழுது நீங்கள் தோற்று போக கூட நீங்கள் சொல்லணும் அதிகாரம் உங்களுடைய கை என்னுடைய தோளின் மேல் இருக்கிறது. വിശ്വാസം നിങ്ങളുടെ പല കാര്യങ്ങൾ തോൽപ്പിക്കുവാൻ വിചാരിക്കും നിങ്ങൾ പറയുവാനിടയായിട്ടാണ് ആധിപത്യം തോളിലിരിക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. இப்ப நான் மர்மத்திலே கடந்து வருகிறேன். யெஷயா தேவன் கொடுத்திருக்கிற நான் மர்மத்துக்குள்ளே கடந்து வருகிறேன். ஆமென். கர்த்தத்துவம் அவருடைய தோளின் மேல் இருக்கும். ആ ആധിപത്യം യേശു ക്രിസ്തുവിന്റെ തോളിലിരിക്കുന്നു. இந்த தோளில் தான் தேவனுடைய கை வந்திருக்கிறது. ആ തോളിലിരിക്കുന്നത് கை வந்திருக்கிறது. കൈ വന്നിട്ടുണ്ട് നമുക്ക്. ஆமென். எல்லாரும் അറിയാലോ ஷோல்டர் தான் தோள் தான். இங்க இருந்து என்ன வந்திருக்கிறது? കൈ വന്നു. இப்ப இந்த கை சீஷனுடைய கையை பிடித்து இருக்கிறது. ഇപ്പോ ഈ കൈ ആ തോളിൽ ആ കൈ വന്ന് നമ്മളുടെ ശിഷ്യന്മാരുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നു. அப்ப கர்த்தத்துவம் செய்கிற அதிகாரத்தினுடைய தோள் கரங்களுக்குள்ளாக இப்ப சீஷனுடைய கரங்களை தேவன் பிடித்து இருக்கிறார். ആധിപത്യം വഹിക്കുന്ന ആ കരങ്ങൾ ഇപ്പോ ശിഷ്യന്മാരുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നു. பிரியமானவர்களே கர்த்தருடைய ஆமென் கர்த்தத்துவம் செய்கிற தோள் மேல் இருக்கிற கரம் இப்போது உன்னுடைய வலங்கரை தேவன் பிடித்திருக்கிறார். ആ ആധിപത്യമുള്ള കരങ്ങൾ ഇപ്പോൾ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. இந்த இடது கரத்தை அல்ல கர்த்தாவுடைய வலது கரத்தை கர்த்தாവ് பிடிச்சிருக்கிறார். നമ്മുടെ ഇടത് കരത്തിലെയും പിടിച്ചിരിക്കുന്നു, നമ്മുടെ വലം കൈയിലെയും പിടിച്ചിരിക്കുന്നു. ஏன் ஆண்டவர் வலது கையை பிடிப்பதற்கு காரணம் தெரியுமா? உனக்காக தேவன் கொடுக்க போற இடம் இடது பாகத்தில் இருக்கிற மலையில உனக்காக தேவன் கொடுக்க போகிற பரலோகத்தின் இடம் வலது பாகத்தில் இருக்கிற இடத்தை உனக்கு கொடுக்கிறேன் என்று தேவன் சொல்லி இருக்கிறார். ദൈവം എന്നോട് വലത് കൈ പിടിക്കുന്നറിയാമോ? ദൈവം നമുക്ക് സ്വർഗ്ഗത്തിൽ തരാൻ പോകുന്നത് ഇടത് വശമല്ല, ജയിച്ചവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിൽ നമുക്ക് വലത് ഭാഗമാണ്. എന്തിനാണെന്നറിയാമോ? എதற்காக தெரியுமோ? சீஷர்களாக இருக்கிற நானும் நீயும் கர்த்தருடைய பார்வையிலே விசேஷித்தவர்களாக இருக்கிறோம். എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യനായിരിക്കും നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ കണ്ണുകൾ സ്പെഷ്യൽ ആയിരിക്കുന്നു. ஆமென். இந்த விசேஷங்களை அறியாததனாலே நம்ம எல்லாரும் மாறி போய் கொண்டிருக்கும் பொழுது இன்று கடந்து போகும்போது நீங்கள் சொல்லணும் எனக்காக ஆயத்தப்பட்டிருக்கிற மலை இருக்கிறது, அந்த மலையில நான் ஏறி இருக்கிறேன், இப்போது அதிகாரம் எனக்குள்ளாகவும் கிரியை செய்ய போகிறது. ഇവിടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പറയുവാൻ തയ്യാറായിരിക്കും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ അധികാരമുള്ളവൻ എന്നോട് കൂടെയുണ്ട്, ആ അധികാരം എനിക്കും ദൈവം വെച്ചിരിക്കുന്നു. ஒருவன் மரிச்சு போய் ஒருவன் இறந்து போய் விட்டான், தூக்கு போட்டு மரித்து போய் விட்டான். 11 பேர்களை ஆண்டவர் சிதறடிக்கவில்லை. இந்த 11 ஆமென் சீஷர்களும் சிதறி போயிருந்த சீஷர்களை அதிகாரம் வெளிப்பட்ட பொழுது இந்த அதிகாரம் பெற்ற இந்த சீஷர்கள் மலையிலே ஏறி கடந்து போனார்கள். ഈ 12 ശിഷ്യന്മാരിൽ ഒരുത്തരും യേശു ക്രിസ്തുവിനെ വിട്ട് തൂങ്ങിച്ചത്താലും ആ 11 പേരെ ചിതറിക്കിട 11 പേരെ യേശു ക്രിസ്തു കൂട്ടിച്ചേർക്കുവാനാണ്. இப்போது 11 பேரும் இயேசு கிறிஸ்துவினுடைய திறந்த மகிமையான மேகத்தை பார்க்கிறார்கள். ഇപ്പോ ഈ 11 ശിഷ്യന്മാരും ആ തുറന്ന ആ മഹത്വത്തെ കാണുവാനാണ്. என்ன இயேசு கிறிஸ்து உயிர்த்தெழுந்து இயேசு ஒலிவமலையிலிருந்து அவர் கடந்து மேலே போகும்பொழுது இப்பொழுது அவர்கள் கீழே பார்க்கவில்லை, அவர்கள் எல்லாம் உயர்ந்து இருக்கிற இயேசுவை பார்த்து கொண்டிருந்தார்கள். കർത്താവായ യേശു ക്രിസ്തു ഈ ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ആ ശിഷ്യന്മാർ മേലോട്ട് നോക്കി ആ ദൈവത്തെ യേശു ക്രിസ്തു എടുക്കപ്പെടുന്നത് കാണുവാനാണ്. இயேசு கிறிஸ்து எடுத்துக்கொள்ளப்படுகிறது இந்த 11 சீஷர்களும் பார்த்தார்கள். യേശു ക്രിസ്തു എടുത്തുകൊള്ളപ്പെടുന്നത് ഈ 11 ശിഷ്യന്മാരും കാണുവാനാണ്. மோசே கண்ட மகிமை அல்ல, ஆமென், பேதுரும் யாக்கோபும் யோவானும் கண்ட மகிமை அல்ல. This is a special ஆமென் thing. ஆமென். 11 பேரும் அவர்கள் பார்த்தார்கள். മോശെ കണ്ട മഹത്വമല്ല, അതേപോലെ പത്രോസും യോഹന്നാനും യാക്കോബും കണ്ട മഹത്വമല്ല ഇവർ കാണുന്നത്. ഒരു പ്രത്യേകമായ ഒരു മഹത്വത്തെ ഇപ്പോൾ ഈ ശിഷ്യന്മാർ കാണുവാനാണ്. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. പല ആമേൻ നിന്ദകൾ എന്ന് വെച്ചാൽ പല ആമേൻ ആമേൻ ഒരു റോങ് ആയിട്ടുള്ള വേർഡുകളെ കേട്ടവർക്ക്
அதே போல் சீஷர்கள் போல் அந்த 8 சீஷர்களும் மாறி நின்றது போல பலரும் மாற்றி வைத்த செப்பரேட்டட் ஆகிட்டு ஆக்கிய பல விஷயங்களை கர்த்தாവ് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലവിധമായി പല വിഷയങ്ങൾ നമ്മൾ കേൾവികൾ കേട്ട ചില കാര്യങ്ങൾ അതേപോലെ തന്നെ ആ 8 ശിഷ്യന്മാരെ മാറ്റി നിർത്തുമ്പോൾ ആ മാറ്റി നിർത്തിയ ആ അനുഭവങ്ങളെ ദൈവം മാറ്റുവാൻ സെപ്പറേറ്റഡ് ആയ പല വിഷയങ്ങൾ സെപ്പറേറ്റ് അവർ തനിമപ്പെടുത്തിയ പല വിഷയങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തിയ ചില അനുഭവങ്ങൾ ഞാൻ കാണുന്നു തനിമപ്പെട്ട പല വിഷയങ്ങൾ സെപ്പറേറ്റ് ആണ് പല വിഷയങ്ങളെ യേശു ക്രിസ്തുവിന്റെ അധികാരം ഒന്നാக சேர்க்க പോകുகிறது. നമ്മൾ ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ ദൈവം നമ്മൾ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ നമ്മളെ ചേർക്കുവാനാണ്. തനിമപ്പെടപ്പെട്ട പല വിഷയങ്ങളെ കർത്താവ് ചിതറി കിടക്കുന്ന പല വിഷയങ്ങളെ ഒറ്റയ്ക്കാക്കിയ പല വിഷയങ്ങളെ കർത്താവ് ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തനിമപ്പെടുത്തിന പല വിഷയങ്ങളെ தேவனுடைய கரமிறங்கி உங்களை ஒன்றாக சேர்க்க போகிறது. നമ്മളെ ഒറ്റയ്ക്കാക്കിയ ചില അനുഭവങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ പോകും. ആ ശബ്ദം ഞാൻ കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് தேவனுடைய சத்தத்தை நான் கேட்கிறதுனால சொல்றேன். அது கேட்கிறது சத்தத்துக்குள்ளாக நீங்கள் எல்லாரும் கடந்து வருவதற்கு தயாராகுங்கள் பிரியமானவர்களே. ஆ கேட்கிற சத்தத்தினுள்ள நீங்கள் எல்லாம் கடந்து வர தயாரா? உங்களுடைய இதயம் திறந்து நீங்கள் கேட்டால் அதற்கான பலத்தை நீங்கள் பெற்றுக்கொள்ள போகிறீர்கள். இதயங்களை திறந்து கேட்டால் அதன் பலத்தை நீங்கள் அனுபவிக்கிறார் போகும். சிலப்போ 3 பேரை சீஷர்களை கூட்டிக் கொண்டு இயேசு கடந்து போன பொழுது மற்றவர்கள் நினைத்திருக்கலாம் எங்களை ஏன் இயேசு கூட்டிக் கொண்டு போகவில்லை. ആ 3 പേരെ മാത്രം യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ ബാക്കി ശിഷ്യന്മാർ വിചാരിച്ചു എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ യേശു சொல்லிருப்பார் பிள்ளைகளே உனக்காக ஒரு ஸ்பெஷலான ஒரு மலையை நான் ஆயத்தப்படுத்த போகிறேன். അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മലയെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. உங்களுக்காக ஆயத்தப்படுத்துற மலையை தேவன் உங்களுக்காக ஆயத்தப்படுத்தி வைத்திருக்கிறார். நமக்கு வேണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം ഒരു മല ഒരുക്കി വെച്ചിട്ടുണ്ട്. ஏன் தெரியுமா அதிகாரமுள்ளவர் வெளிப்பட்டால் வெளிப்பட வேண்டிய மலைகள் அதிகாரம் பெற வேண்டியவர்கள் பெற்றுக்கொள்வார்கள். அதிகாரமுள்ளவர் வெளிப்பட்டால் நமக்கு ലഭിക്കേണ്ട ചില അധികാരങ്ങൾ ലഭിക്കുവാനാണ്. அவர் மலையில் ஏறி சென்று இப்பொழுது பார்த்தது திறந்த பரலோகத்தை அவர்கள் பார்க்கிறார்கள். ഇപ്പോൾ അവർ മല കയറി അവർ കടൽ ചെല്ലുമ്പോൾ തുറന്ന സ്വർഗ്ഗത്തെ അവർക്ക് കാണുവാൻ കഴിയും. இதுவரை பார்க்காத பரலோகம் 11 பேருக்கும் ஆண்டவர் சேர்த்து காட்டுகிறார். இதுவரை കാണാത്ത ആ സ്വർഗ്ഗത്തെ ആ 11 പേർക്കും കാണിക്കുവാനാണ്. இதுவரை பார்க்காத தூதர்களை அந்த 11 பேரும் சேர்ந்து பார்க்கிறார்கள். இதுவரை കാണാത്ത ദൂതന്മാരെ അവർ 11 പേരും ചേർത്ത് കാണുവാനാണ്. நீங்களும் நானும் சிஷ்யனுடைய பதவியை வகிக்கும் போது எனக்காகவும் உங்களுக்காகவும் எல்லாருக்காகவும் தேவன் சில துறந்த பரலோகத்தை நமக்காக காட்ட போகிறார். ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കുമ്പോൾ ആ തുറന്ന സ്വർഗ്ഗത്തെ ദൈവം നമ്മളെ കാണിക്കുവാനാണ്. இப்பொழுது இயேசு கிறிஸ்து உயிர்த்தெழுந்து எப்பொழுது பரலோகத்துக்கு கடந்து போனாரோ இப்பொழுது சகல அதிகாரமும் சகல சீஷர்களுக்கும் தேவன் கைமாறி இருக்கிறார். യേശു ക്രിസ്തു ആ സ്വർഗ്ഗാരോഹണം ചെയ്താൽ ആ സകല അധികാരവും നമ്മൾ ശിഷ്യന്മാരായിരിക്കും നമുക്ക് ഓരോരുത്തരും നൽകി തന്നിരിക്കുന്നു. 80 വയസ്സായി ജ്ഞാനസ്നാനം പെട്ടവരുടെ മേലും ഏറ്റവും ചെറിയ വയസ്സിൽ ജോഷുവയുടെ മേലും അധികാരം വെളിപ്പെടാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട 80 വയസ്സുള്ളവരുടെ മേൽ ഇപ്പോൾ ജോഷുവയുടെ മേൽ എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ അധികാരത്തെ വയസ്സോ இல்லை என்றால் பதவியோ இல்லை என்றால் அதனுடைய எக்ஸ்பீரியன்ஸோ இப்ப தேவனுக்கு முன்பாக காரியம் இல்லை. இப்ப നമ്മുടെ വയസ്സോ നമ്മുടെ എക്സ്പീരിയൻസോ നമ്മുടെ പദവികളോ ദൈവത്തിന്റെ മുൻപിൽ ഒരു കാര്യവും ഇല്ല. கர்த்தருக்குள்ள உண்மையான சீஷனா உனக்காக ஒரு ஒளிவு மலை தயாராக இருக்கிறது. നമ്മൾ യേശുക്രിസ്തുവിന്റെ മുൻപിൽ വിശ്വസ്തനായ ഒരു ശിഷ്യനായാൽ നമുക്ക് ആ ഒലിവ് മലയിൽ കയറുവാനാണ്. பல சீஷர்கள் இயேசுவை சுற்றி கடந்து போய் கொண்டிருந்தார்கள். ஆனால் தெரிந்து கொள்ளப்பட்ட 11 சீஷர்கள் மட்டும் தான் மலையிலே கடந்து போனார்கள். പല ശിഷ്യന്മാർ യേശുവിനെ ചുറ്റി നടന്നാൽ ഈ യേശുക്രിസ്തുവാൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 ശിഷ്യന്മാരെ മാത്രമാണ് മലയിലേക്ക് കൊണ്ടുപോകുന്നത്. தேவனுடைய மர்மம் அதான் மோசேக்கு கிடைக்காத மோசேயோட கூட ஜனங்களுக்கு கிடைக்காத அதிகாரம் பேதுருக்கும் யாக்கோபு யோவானுக்கு கிடைக்காத கூட சீஷன் கிடைக்காத அதிகாரம் இயேசு கிறிஸ்து உயிர்த்தெழுந்து கடந்து போன பொழுது அந்த அதிகாரம் சகல சீஷர்களுக்கு தேவன் கைமாறினார். ആ മോശയ്ക്ക് കിട്ടാത്ത അധികാരം ആ 3 ശിഷ്യന്മാർക്ക് കിട്ടാത്ത അധികാരം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തതിനു ശേഷം യേശു ക്രിസ്തുവിനായിരിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും ദൈവം ആ അധികാരത്തെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മലയിൽ പോണത് അരികെ കടന്നു വരുகிறார். യേശു ക്രിസ്തു മലയിൽ കയറി പോയതിനു ശേഷം അവർ അരികിൽ കടന്നു വരുവാനാണ്. இயேசு அருகில் கடந்து வந்து அந்த 11 சீஷர்களை பார்த்து சொல்லுகிறார். യേശു ക്രിസ്തു അവർ അരികിൽ കടന്നു വന്ന് ആ 11 ശിഷ്യന്മാരെ നോക്കി പറയുന്നു. மத்தாയി 28 அதிகாரம் 18 வசனம் வாசிக்கலாமா? மத்தாയി 28 அதிகாரம் 18 வசனம். அப்பொழுது இயேசு சமீபத்தில் வந்து യേശു അടുത്ത് ചെന്ന് இயேசு அவர்களை நோக்கி வானத்திலும் பூமியிலும் சகல அதிகாரமும் எனக்கு கொடுக்கப்பட்டிருக்கிறது. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ஒரு
பெரிய ஒரு உண்மையை அந்த சீஷர்களுக்கு கைமாறுகிறார். വലിയൊരു സത്യത്തെ ദൈവ ശിഷ്യന്മാർക്ക് இந்த കൈമാറുന്നു. சபைக்கு தேவன் அந்த சத்தியத்தை கைமாறுகிறார். ഇന്ന് ദൈവ സഭയ്ക്ക് ആ സത്യത്തെ കൈമാറുന്നു. இன்று இயேசு உங்களை பார்த்து சொல்லுகிறார், வானத்திலும் பூமியிலும் சகல அதிகாரமும் எனக்கு கொடுக்கப்பட்டிருக்கிறது. നമ്മൾ ഓരോരുത്തരും നോക്കി യേശു ക്രിസ്തു പറയുന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ஆமென். നൽകപ്പെട്ടിരിக்கிற அதிகாரத்தோடு இயேசு சொல்லுகிறார், நீங்கள் புறப்பட்டு போங்கள். ആ അധികാരത്തെ പ്രാപിച്ച യേശു ക്രിസ്തു നമ്മളോട് പറയാണ്, നിങ്ങൾ പുറപ്പെട്ട് போங்கள். നിങ്ങൾ പുറപ്പെട്ട് ஆமென். நான் செய்த சகல அதிகாரத்தின் கிரியைகளும் நீங்களும் செய்ய போகிறீர்கள். ഞാൻ ചെയ്ത എല്ലാ അധികാരത്തിന്റെ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പിള്ളേർ இங்க இருக்கிற பிள்ளைகளை விசுவாசிக்க தயாராகிறீர்களா? ஆமென். இங்க இருக்கிற வாலிப சகோதர சகோதரி தயாராகிறீர்களா? சீஷராய் இருக்கிற உங்களை பார்த்து ஆண்டவர் சொல்லுகிறார், சகல அதிகாரமும் எனக்கு கைமாறி இருக்கிறது. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഓരോരുത്തരോട് പറയുകയാണ്, സകല അധികാരവും യേശു ക്രിസ്തുവിന് കൊടുക്കപ്പെട്ടിരിക്കുന്നു. ஆமென். வயசில் மூத்தவரோடு நான் சொல்லுகிறேன், சகல அதிகாரம் இயேசுவின் கரங்களில் கைமாறி இருக்கிறது. വയസ്സിൽ മൂത്തവരോട് പറയുന്ന സകല അധികാരം യേശു ക്രിസ്തുവിൽ കൈമാറിയിരിക്കുന്നു. எத்தனை பேர் கரங்களை வைத்து ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ? அதுதான் பேதுரு அந்த வசனத்தை எழுதும்போது ஆமென் 1 பேதுரு 3ஆம் அதிகாரம் 22ஆம் வசனம் வாசிக்கும் பொழுது ஆமென் 1 பேதுரு ஆமென் 3ஆம் அதிகாரம் 22ஆம் வசனம் வாசிக்கும் பொழுது the book of 1 Peter chapter 3 verse 22 வாய்க்கார் பரலோகத்திற்கு போய் தேவனுடைய வலது பாரசத்தில் இருக்கிறார். தேவ தூதர்களும் அதிகாரங்களும் வல்லமைகளும் அவருக்கு கீழ்ப்பட்டு இருக்கிறது. 1 പത്രോസ് 3ആം അധ്യായം 22ആം വാക്യം, അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. பாருங்கள், தேவனுடைய வலது பாகத்தில் இப்போது இயேசு இருக்கிறார். ഇപ്പോ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നു. அப்ப இயேசுவின் அதிகாரம் என்ன என்பதை நீங்க எல்லாரும் புரிந்து கொண்டுதான் கடந்து செல்ல வேண்டும். യേശു ക്രിസ്തുവിന്റെ അധികാരം എന്തെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വേണം നമ്മൾ ഇന്ന് പോകാൻ. இயேசு கிறிஸ்து ஒளிமலையில இல்லை. இப்போது இயேசு கிறிஸ்து அவன் 3ஆம் பரலோகம் தாண்டி இருக்கிற பிதா இருக்கிற இடங்களில் அவருடைய வலது பாகத்தில் இயேசு இருக்கிறார். ഇപ്പോ യേശു ക്രിസ്തു ഒലിവുമലയിലല്ല ഇരിക്കുന്നത്, യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. எத்தனை பேர் ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ நீ പറയാം? ஆராதிக்கிற இயேசு கிறிஸ்து பிதாவுடைய வலது பாகத்தில் இருக்கிற இயேசுவை நாம் ஆராதித்துக் നമ്മൾ கொண்டிருக்கிறோம். ആരാധിക്കുന്ന യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. போதியுள்ளவர் அதை புரிந்து கொள்ளுகிறவர்கள் நீங்கள் சொல்லணும், ஆமென், இயேசு கிறிஸ்து பூமியிலும் வானத்திலும் ஆமென் பரலோகத்திலும் அதிகாரம் உள்ளவரை நான் சேவித்துக் கொண்டிருக்கிறேன். അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പറയണം, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ചവരെയാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. அப்படிப்பட்ட சீஷராய் இருக்கிற நீங்கள் ஏன் கவலைப்பட்டு இருக்க வேண்டும்? അപ്രകാരമുള്ള അധികാരമുള്ളവരുടെ ശിഷ്യനായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്തിനാണ് നമ്മൾ ഭാരപ്പെടണം? எத்தனை பேர் ஆமென் சொல்ல முடியும்? நான் பாரப்பட மாட்டேன். എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ ഭാരപ്പെടത്തില്ല? அதிகாரமுள்ளவனே ஆமென் கை நம்மட மேல் கைகளிலே கடந்து வந்திருக்கும்போது கர்த்தத்துவம் செய்கிற தேவனுடைய தோள் மேல் உள்ள கை நம்மட கரங்களை பிடித்திருக்கும் ஆண்டவர் சொல்லுகிறார், நீயும் என் வலது பாகத்திலே இருக்கிறாய். ആ അധികാരമുള്ളവന്റെ കരം നമ്മളെ പിടിച്ചിരിക്കും പറയുന്നത്, നീയും എന്റെ വലതുഭാഗത്ത് ഇരിക്കണം. ஆமென். எத்தனை பேர் கரங்களை ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയാം? கர்த்தருடைய கரம் நமக்கு அனுகூலமாக இருக்கிறது. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും. ஏனென்றால் தேவ தூதர்களும் அதிகாரங்களும் வல்லமைகளும் இப்பொழுது அவருக்கு கீழ்ப்பட்டு இருக்கிறது. അതുകൊണ്ട് ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. சகல அதிகாரம் இயேசு கீழ்ப்பட்டு இருக்கிறது. എല്ലാ അധികാരങ്ങളും യേശു ക്രിസ്തുവിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. அத கொலோசியர் 1ஆம் அதிகாரம் 16ஆம் வசனம் இவ்வாறாக சொல்கிறது. கொலோசியர் 1ஆம் அதிகாரம் 16ஆம் வசனம், the book of Colossians 1ஆம் அத்தியாயம் 16ஆம் வாக்கியம் வாய்ச்சாட்டே. ஏனென்றால் அவருக்குள் சகலமும் சிருஷ்டிக்கப்பட்டது, பரலோகத்தில் உள்ளவைகளும் பூலோகத்தில் உள்ளவைகளுமாகிய காணப்படுகிறவைகளும் காணப்படாதவைகளுமான சகல வஸ்துக்களும், சிங்காசனங்களானாலும் கர்த்தத்துவங்களானாலும் துரைத்தனங்களானாலும் அதிகாரங்களானாலும் சகலமும் அவரை கொண்டும் அவருக்கென்றும் சிருஷ்டிக்கப்பட்டது. കൊലോസ്യർ 1ആം അധ്യായം 16ആം വാക്യം, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും എന്തായിരിക്കുന്നു? சிருஷ்டிக்கப்பட்டிருக்கிறது. ஆண்டவர் தெளிவாய் சொல்கிறது, அவரை கொண்டும் அவருக்கென்றும் சிருஷ்டிக்கப்பட்டிருக்கிறது. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അവനായിട്ടും അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടു. இப்படிப்பட்ட பெரிதான ரகசியத்தை நீங்கள் அறிந்து கொண்டால் நீங்கள் நடப்பது இப்படி நடக்க மாட்டீங்க, இப்படி நடப்பீர்கள். ஹalleluya. ഈ വലിയ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇനി കുനിഞ്ഞു നടക്കുന്നില്ല, നമ്മൾ നല്ല നിവർന്ന് നടക്കുവാനിടയായി. அவருக்கென்று சிருஷ்டிக்கப்பட்ட பெரிதான அனுபவத்தை பெற்ற சீஷர்கள் தான் நாம் நீங்களும். ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആ
സൃഷ്ടികൾ വരാൻ പോകുന്നു. ആമേൻ. പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നത്. പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ ജോലി മണ്ഡലത്തിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നു. നമ്മുടെ ജോലി മണ്ഡലത്തിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നു. വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ സൃഷ്ടികൾ കടന്നു വരാൻ പോകുന്നു. புதியதை ஆண்டவர் உங்களுக்காக உண்டாக்க போகிறார். പുതിയ വിഷയത്തെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ പോകുന്നു. ஆமென். உண்டாக்குகிற அதிகாரம் உள்ளவர் இப்போது உண்டாக்குகிறவராய் ஆமென் பரலோகத்தில் இருக்கும் பொழுது ഉണ്ടാക്കുവാൻ അധികാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ ഇരിക്കുമ്പോൾ ஆமென் உண்டாக்குகிற ஆமென் தேவனுடைய அதிகாரம் உனக்குள்ளாக உருவாக வேண்டிய பல விஷயங்களை தேவன் உருவாக்க போகிறார். അതുകൊണ്ട് നമുക്കുള്ളിൽ ഉണ്ടാകേണ്ട പല വിഷയങ്ങൾ നമുക്കുള്ളിൽ ഉളവാകുവാൻ പോകുന്നു. இதில் நீங்கள் விசுவாசித்தால் ஆமென் அதிகாரத்துடைய ரகசியம் உங்கள் வாழ்க்கையில் வெளிப்படும் பிரியமானவர்களே. ഇതിൽ നമ്മൾ വിശ്വസിച്ചാൽ ഈ അധികാരത്തിന്റെ രഹസ്യം നമുക്കുള്ളിൽ വെളിപ്പെടുവാൻ ஆமென். ஏன் ஆமென் இங்க தோற்று போன ஆமென் பல எக்ஸாமினேஷன் எப்படி பாஸ் ஆகிறது பிரியமானவர்களே? എന്തുകൊണ്ട് നമ്മൾ തോറ്റുപോയ പഴയ എക്സാമിനേഷൻ നമ്മൾ പാസ്സാകുന്നത്? உண்டாக்குனவன் உண்டாக்குகிறவர் உள்ளே கடந்து வந்தால் சிருஷ்டிக்கப்பட வேண்டியது புதிதாக சிருஷ்டிக்கப்படும். സൃഷ്ടിക്കപ്പെടേണ്ടവൻ அவன் உண்டாக்குனவன் அவன் அகத்து கடந்து வந்தால் அவன் சிருஷ்டிക്കുന്നവൻ അവൻ സൃഷ്ടിയെ കർത്താവ് നമ്മളിൽ ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ. എത്ര പേർ അവൻ പറയാൻ കഴിയുന്നുണ്ട്? അവൻ സൃഷ്ടികളെ ഉണ്ടാക്കിയ കർത്തൻ അവൻ സകലവും അവന് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുമ്പോൾ അവൻ ഉണ്ടാക്കിയവൻ നിന്നിലുള്ളപ്പോൾ അവൻ ആ വലിയ ഒരു മഹത്വമായ ക്രിസ്തു നിന്നിൽ അകത്തുള്ള അന്നുള്ള രഹസ്യത്തെ ഞാൻ ഇതിലും പ്രാപിച്ചിരിക്കുമ്പോൾ ഈ രഹസ്യത്തിലേക്ക് എത്ര പേർ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? അവൻ നம்பிக்கை மகிமையுடைய நம்பிக்கையாய் கிறிஸ்து எனக்குள்ளாக உனக்குள்ளாக வாசம் செய்கிற பெரிதான ஒரு ரகசியத்தை நானும் நீங்களும் அறிந்து கொண்டால் உருவாக வேண்டிய பல விஷயங்கள் உனக்குள்ளாக தேவன் உருவாக்க போகிறார். எத்தனை பேர் ஆமென் சொல்ல முடியும்? ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉരുവാകേണ്ട പല വിഷയങ്ങൾ ദൈവം നമ്മളിൽ ഉരുവാക്കുവാനിടയായി. ஆமென். அதுதான் கொலோசியர் 2ஆம் அதிகாரம் 10ஆம் வசனம் இயேசுவை தலையாக காட்டுகிற பவுல் சொல்லுகிறார். கொலோசியர் 2ஆம் அத்தியாயம் 10ஆம் வாக்கியம் எழுதியிருക്കുന്നു. ஆமென். The book of Colossians chapter 2 verses 10 திருப்பன் ஆகியிருക്കുന്നു. மேலும் சகல துரைத்தனங்களும் அதிகாரத்துக்கும் தலையாக இருக்கிற அவருக்குள் நீங்கள் பரிபூர்ணமுள்ளவர்களாக இருக்கிறீர்கள். കൊലോസ്യർ 2ആം അധ്യായം 10ആം വാക്യം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ஆமென். இப்பொழுது ஆமென் நீங்களும் நானும் பரிபூர்ணமாய் இருக்கிறோம். ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു. എന്താ രഹസ്യം അറിയാമോ? என்னது രഹസ്യം உங்களுக்கு தெரியுமா? ആ രഹസ്യം നമുക്കറിയാമോ? സഭ കർത്താവിന്റെ ശരീരമായിരിക്കുന്നു. സഭ കർത്താവിന്റെ ഈ ശരീരമായിരിക്കുന്നു. ശരീരത്തിന് തല ക്രിസ്തുവായിരിക്കുന്നു. ഈ ശരീരത്തിന് തല ക്രിസ്തുവായിരിക്കുന്നു. അവൻ യേശു ക്രിസ്തു അവൻ തലയായിരിക്കുമ്പോൾ സകല തുറൈത്തണങ്ങളും അധികാരത്തിനും தலைவராயிருக்கிற அவருக்குள் நீங்கள் பரிபூர்ணப்பட்டிருக்கிறீர்கள். എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ஆமென். நீங்கள் சொல்ல முடியுமா வாயில திறந்து கிறிஸ்து என்னோட தலையாயிருக்கிறதுனால அவருக்குள்ளாய் நான் பரிபூர்ணப்பட்டிருக்கிறேன். ക്രിസ്തു എന്റെ തലയായിരിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൽ പരിപൂർണനായിരിക്കുന്നു. ശിഷ്യனுடைய ஸ்பெஷல் என்ன தெரியுமா? நீ இயேசு கிறிஸ்து சரீரத்தில் ஒட்டப்பட்டிருக்கிறாய். ആ ശിഷ്യന്റെ പ്രത്യേകത എന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മൾ ഓരോരോ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആമേൻ ഇங்க இருக்கிற நான் முதல் கடைசி இருக்கிற எல்லாரும் இயேசு கிறிஸ்து என்ற சரீரத்திலே நாம் எல்லாரும் ஒரு அவயவங்களாய் இருக்கிறோம். ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിന്റെ
ക്രിസ്തുവിൽ പരിപൂർണ്ണനായിരിക്കുന്നു. ஆமென். அந்த பரிபூர்ணமான அந்த சரீரத்துக்கு கிறிஸ்து தலையாயிருக்கிறார். ഈ പരിപൂർണ്ണനായിരിക്കുന്ന നമുക്കെല്ലാവർക്കും തലയായിരിക്കുന്നത് இந்த ക്രിസ്തുവാണ്. தலையிலிருந்து ஒழுகிற அபிஷேகம் சரீரத்தில் சகல வேலைகளுக்கு புறப்பட்டு ഈ கொண்டிருக்கிறது. തലയിലിരിക്കുന്ന അഭിഷേകം ശരീരത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത് പകരപ്പെടുന്നു. சொர்க்கத்தினுடைய அபிஷேகத்தின் மகிமை தலையிலிருந்து சரீரத்துக்கு வந்து கொண்டிருக்கிறது. ആ സ്വർഗ്ഗത്തിന്റെ അധികാരം അഭിഷേകം ശരീരമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ஆமென். அந்த கிறிஸ்துவின் தலையானவர் அந்த மகிமையாக உனக்குள்ளாக நிறைத்துள்ளாக இருக்கிறது தான் அது பெரிய ஒரு ரகசியம் பிரியமானவர்களே. ആ ക്രിസ്തു തലയായിരിക്കുന്ന യേശു ക്രിസ്തു മഹത്വമായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ തലയായിരിക്കുന്നതാണ് ആ വലിയൊരു രഹസ്യം. நானும் நீங்களும் பரிபூர்ணமுள்ளவராக இருக்கிறோம். നമ്മൾ ഓരോരുത്തരും പരിപൂർണ്ണരായിരിക്കുന്നു. அந்த வெற்றியை தான் இயேசு சிலுவையை நமக்காக செய்து கொடுத்தது. ആ വിജയത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചത്. இயேசு கிறிஸ்து என்று எனக்காகவும் உனக்காகவும் இரத்தத்தை சிந்தினாரோ அப்பொழுது நானும் நீங்களும் கிறிஸ்துவுக்குள்ளாக பரிபூர்ணமுள்ளவராக இருக்கிறோம். കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി അപ്പോൾ ആ രക്തം ചിന്തിയോ അപ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിൽ പരിപൂർണ്ണരായിരിക്കുന്നു. ஆமென். தலை வணங்கின இயேசு இப்பொழுது தலையாக சபைக்காய் இருக்கிறார். ആ തലയായിരിക്കുന്ന യേശു ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നു. ஆமென். ஆமென். லோகத்துக்கு முன்பாக தலை குனிந்த இயேசு கிறிஸ்து இப்பொழுது சபைக்கு தலையாக இருக்கிறார். ആ ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിന് മുമ്പിൽ തലകുനിഞ്ഞിരിക്കാം. എന്നാൽ ഇപ്പോൾ തലയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ സഭയുടെ തലയായിരിക്കുന്നു. ஆமென். இப்போது இயேசு கிறிஸ்து சிலுவையில் கிடக்கிற இயேசு அல்ல, அவர் அதிகாரமுள்ள ராஜாதி ராஜாவாக இருக்கிற இயேசு கிறிஸ்து. ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ഈ സകല അധികാരവും പ്രാപിച്ച ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് നമ്മുടെ യേശു. மரணத்தின் அதிகாரியே சாத்தானே നിന്റെ ജോലിയല്ല இப்போது அதிகாரமுள்ள கரம் എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ അധികാരമായിരുന്ന പിശാചിനെ ജയിച്ച യേശു ക്രിസ്തു ഇനിമേൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന പിശാചിന്റെ അധികാരങ്ങളല്ല, ജയിച്ച യേശു ക്രിസ്തുവിന്റെ അധികാരം നമുക്കുള്ളിൽ കടന്നു വരണം. சொல்வதற்கு நீங்க தயாரான கர்த்தருடைய சரீரமாக இருக்கிறேன். നിങ്ങൾ പറയുവാൻ തയ്യാറാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നു. சபா கர்த்தருடைய சரீரமாக இருக்கிறது. സഭ യേശു ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നു. சரீரமாக இருக்கிற சபையை நீ கர்த்தருக்குள் பூர்ணப்பட்டு இருக்கிறாய். ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തലയായിരിക്കുന്ന ക്രിസ്തുവിൽ പരിപൂർണ്ണരായിരിക്കുന്നു. ஆமென். அந்த விசுவாசத்தோடு எத்தனை பேர் கர்த்தருக்குள்ளாய் ஒப்பு கொடுக்க முடியும்? എത്ര പേർക്ക് ആ വിശ്വാസത്തോടെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ തയ്യാറാണ്? அதிகாரத்தை கைமாறுவதற்காக இயேசு கிறிஸ்து 11 சீஷர்களும் மலையிலே தனியே கொண்டு சேர்த்தார். ഈ അധികാരത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് 11 ശിഷ്യന്മാരെ മലയിലേക്ക് இந்த കൂട്ടിക്കൊണ്ടുപോയത്. அதிகாரத்தை சபைக்கு கைமாறுவதற்காக தான் இந்த வசனத்தை கர்த்தர் சபைக்கு கொடுத்திருக்கிறார். ഈ അധികാരത്തെ നമ്മൾ ഓരോരുത്തരും കൈമാറുവാൻ സഭയ്ക്ക് കൈമാറുവാൻ நீங்கள் വേണ്ടിയാണ്. யாரும் குறைவுள்ளவர்கள் அல்ல, இப்போ நீங்கள் எல்லாரும் கிறிஸ்துவுக்குள் பூர்ணமுள்ளவராய் இருக்கிறீர்கள். ഇതിലേക്ക് നമ്മൾ ആരും കുറവുള്ളവരല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണ്ണരായിരിക്കുന്നു. ഈ heavenly realms, இந்த பரலோகத்துக்குரிய ரகசியங்களை நீங்கள் அறிந்து கொண்டால் நீங்கள் தோற்று போக மாட்டீர்கள். நீங்கள் ஜெயித்து ஜெயாளியாய் கிறிஸ்துவை உயர்த்துகிறவர்களாய் மாறப் போகிறீர்கள். നിങ്ങൾ ഈ അധികാരത്തെ ഈ രഹസ്യത്തെ നിങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മൾ തോറ്റുപോയവരല്ല, നമ്മൾ ജയിച്ചവരാണ്. எத்தனை பேர் சொல்ல முடியும் இயேசு கிறிஸ்து அதிகாரத்தை பெற்றிருக்கிறார்? യേശു ക്രിസ്തു അധികാരം പ്രാപിച്ചിരിക്കുന്നു. இயேசு கிறிஸ்து அவர்கள் கிட்டே கடந்து போனார், சீஷருடைய கிட்டே கடந்து போனார். യേശു ക്രിസ്തു ശിഷ്യന്മാരെ അടുത്ത് കടന്നു ചെന്നു. ஆமென். அவர் சொல்லுகிறார், இப்போது வானத்திற்கும் பூமியிலும் சகல அதிகாரம் எனக்கு கொடுக்கப்பட்டிருக்கிறது. ഇപ്പോൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് കൊടുത്തിരിക്കുന്നു. எனக்கு கொடுக்கப்பட்டிருக்கிறது. എനിക്ക് കൊടുത്തിരിക്കുന്നു. இயேசு പറയുന്നു, இயேசு சொல்றார், இது எனக்கு கொடுக்கப்பட்டிருக்கிறது. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. It's in me, எனக்குள்ளாய் கொடுக்கப்பட்டிருக்கிறது. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ஆமென். பரநாட்டே, ஆமென். எனக்கு கொடுக்கப்பட்டிருக்கிற இயேசு கிறிஸ்து இப்போ மகிமையாக உங்களுக்குள்ளாக வாசம் செய்து கொண்டிருக்கிறார். ആ